ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ കന്യകമറിയാമിന്റെ ജീവിതത്തിലെ സമർപ്പണവും ആ സമർപ്പണത്തിലൂടെ ത്യാഗങ്ങളെ സ്വീകരിക്കാനുള്ള ആത്മീക ബലം പ്രാപിച്ചതിനെ ഓർക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തകളുടെ ആധാരം. ദൈവിക മഹത്വത്തിന്റെ തേജസ് രൂപാന്തരാനുഭവത്തിൽ കർത്താവ് വിളങ്ങുന്നതാണ് ഈ ഭാഗം. യേശു തന്റെ 3 ശിഷ്യന്മാരെ കൂട്ടി മലയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവൻ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെണ്മയായിത്തീരുന്നു. അതുകൊണ്ട് രൂപാന്തരം എന്ന് പറയുന്നത് ചില നന്മകളുടെ മാറ്റങ്ങളെയാണ്. സുവിശേഷങ്ങളിൽ കർത്താവ് മലയിലേക്ക് കയറി പോകുന്നത് പ്രാർത്ഥിക്കുവാനും പിതാവിനോട് സംസാരിക്കുവാനുമാണെന്ന് രേഖപ്പെടുത്തുന്നു. ഇവിടെ രൂപാന്തരപ്പെടുന്ന സമയത്തും കർത്താവ് പ്രാർത്ഥനയുടെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നു. തിരക്ക് നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമയം കിട്ടാറുണ്ട്. തിരക്ക് പിടിച്ച സമയത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവിന് സമയം കിട്ടിയിരുന്നു. അതായിരുന്നു തന്റെ ശുശ്രൂഷ പൂർണ്ണമായി നിറവേറ്റുവാൻ കർത്താവിന് സാധിച്ചത്. ഇവിടെ രൂപാന്തരം സംഭവിച്ചത് കണ്ട് പത്രോസ് കർത്താവിനോട് പറയുന്നു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. സമ്മതമെങ്കിൽ കർത്താവിനും മോശയ്ക്കും ഏലിയാവിനും 3 കൊടുക്കുകൾ ഉണ്ടാക്കി ഇവിടെ പാർക്കാം. എന്നാൽ കർത്താവ് അവിടെ നിന്നും താഴേക്ക് ഇറങ്ങിച്ചെന്ന് തന്റെ ശുശ്രൂഷ തുടരുവാൻ ആഗ്രഹിക്കുന്നു. താഴെ എത്തിയപ്പോഴാണ് ചന്ദ്രരോഗം ബാധിച്ച് യേശുവിന്റെ ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കുവാൻ സാധിക്കാതെ പോയ കുഞ്ഞിന്റെ പിതാവ് യേശുവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി സൗഖ്യം പ്രവേശിക്കുന്നത്. രൂപാന്തര സംഭവം ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കുവാൻ സാധിക്കാതെ പോയതിൽ നിന്നും കർത്താവ് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഉയരങ്ങളിൽ ഇരിക്കുമ്പോൾ എല്ലാം ശരിയായി അവിടെ സ്വസ്ഥമായി കുടിൽ കെട്ടി താമസിക്കുവാൻ തോന്നുന്നത് താഴ്വരകളിലെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കർത്താവിന്റെ 3 വർഷത്തെ ശുശ്രൂഷ മുഴുവൻ താഴ്വരയിലെ യാഥാർത്ഥ്യങ്ങളുടെ ഇടയിലായിരുന്നു. പ്രിയരെ, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനല്ല, പ്രാർത്ഥനയിൽ ബലപ്പെട്ട വെണ്മയുള്ള അനുഭവത്തിൽ നിലനിന്ന് നാം ആയിരിക്കുന്ന മേഖലകളിൽ നന്മകളെ പകരുവാനാണ് കർത്താവ് നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. കൂടാരങ്ങൾ പണിത് നാം സ്വയം തീർക്കുന്ന ചില അതിരുകൾക്കുള്ളിൽ ഒതുങ്ങുവാനല്ല, സ്വയം സുരക്ഷിതരെന്ന് കരുതി നിർമ്മിക്കുന്ന സുരക്ഷിതത്വങ്ങളിൽ നിന്നും യാഥാർത്ഥ്യങ്ങളുടെ പച്ചയായ അനുഭവത്തിൽ കർത്താവിനെ പോലെ ഇറങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്കൊരു കോട്ടയായി തീരട്ടെ. വിശ്വാസത്തോടു കൂടിയും മുടക്കം വരാത്തതുമായ പ്രാർത്ഥനകളുടെ ശക്തി നമ്മുടെ പ്രവർത്തന മേഖലകളിൽ വെളിച്ചം പകർന്ന് നമുക്ക് താങ്ങും തണലും അനുഗ്രഹവുമായി ഭവിക്കട്ടെ. ദൈവമേ, ഇന്ത്യയിൽ നിന്നും അങ്ങയുടേതായി മാറുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.